വേട്ട ഇതിപ്പോൾ എന്താണെന്ന് അറിയട്ടെ, വേട്ടയാണല്ലോ, അതിലെന്താ തർക്കം? അതിപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതല്ലേ. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, എന്താ സംഭവം എന്ന് അറിയില്ല. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് സജീവമായിരുന്നു, പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വീണ്ടും അത് സജീവമാക്കാൻ അതറിയില്ല. സജീവമാക്കാൻ ഇങ്ങനൊരു വാർത്ത വരുന്നു, അതിനപ്പുറത്തെ കാര്യങ്ങൾ കഴിച്ച് നമുക്ക് അറിയില്ല. അറിയട്ടെ, എന്താണെന്ന് അറിയട്ടെ. ഇത് നിയമപരമായിട്ട് തന്നെ നീങ്ങും. അതേ വിഷയം വരുന്നതിനനുസരിച്ച് നീങ്ങാനല്ലേ പറ്റും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങൾ. ഇതൊരു വേട്ടയാണ്. ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം എന്നറിയില്ല. അതിപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാം. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ, പ്രതിപക്ഷത്തിനെതിരെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കെതിരെ കരുവന്നൂർ വിഷയമൊക്കെ ആ രീതിയിലാണല്ലോ ഉപയോഗപ്പെടുത്തിയത്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. ബാങ്കിലത്തെ പൈസ പിന്നെ പറഞ്ഞു, ബാങ്കിലെ അന്ന് കൊണ്ടുപോയി മറ്റേ ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുപോയി പൈസ പിടിച്ചതിനെതിരെ. അല്ല, അത് മരവിപ്പിച്ചിരിക്കുകയല്ലേ, അതിപ്പോൾ കേസായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് പറയട്ടെ, അറിയട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീക്കങ്ങളുണ്ടോ ഇല്ലയോ, ഇത് ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഞാനങ്ങനെ മുൻകൂർ പ്രതികരിക്കാനും കഴിയില്ല. എന്താണെന്ന് അറിയട്ടെ, അറിഞ്ഞിട്ടില്ല. അല്ല, ഇത് ഇന്നത്തെ ആദ്യ നേതാക്കളെയാണ് വേട്ടയാടുന്ന സ്ഥിതി ഉണ്ടായത്. ഇപ്പോൾ പാർട്ടിയെ തന്നെ പ്രതികൂട്ടിലാക്കാനുള്ളൊരു നീക്കമാണോ നടക്കുന്നത്? അറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ അങ്ങനെയാണല്ലോ. ഇത് കഴമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ്. അത് അറിയില്ല, അറിഞ്ഞതിന് ശേഷം പറയാം. അറിയാതെ ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ശരി. സംഭവം വരട്ടെ, വിഷയം എന്താണെന്നറിയില്ല. അപ്പോൾ ഓക്കെ. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ED നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ED പാർട്ടിയെ വേട്ടയാടുകയാണ് എന്നാണ് MM വർഗീസ് പ്രതികരിച്ചത്.